Hi friends, here we are discuss about the topic features of exchange traded funds. 11 features ആണ് exchange traded fundsനുള്ളത്. First one, tax efficiency, transparency, flexibility, greater exposure, trade at or near net asset value, lower ownership cost, diversification, liquidity, easy trading, fee and commission, and last one, options. First feature, tax efficiency. There can be more tax advantages from investing in ETF compared with മ്യൂച്വൽ ഫണ്ട്സ്. അതായത് മ്യൂച്വൽ ഫണ്ട്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ETF ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് കൂടുതൽ ടാക്സ് അഡ്വാൻറ്റേജസ് ഉള്ളത്. ഇൻവെസ്റ്റേഴ്സ് ഹാവ് ടു പേ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഓൺ ETF if he ultimately sells the ETF at a profit, but that investor is not required to pay tax on capital gains distributions while he holds the ETF. അതായത് ETF ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ടാക്സ് ഇൻവെസ്റ്റർ പേ ചെയ്യേണ്ട, അത് സെൽ ചെയ്യുന്ന സമയത്താണ് ടാക്സ് പേ ചെയ്യേണ്ടത്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഓരോ ഇയറിൻ്റെ എൻഡിൽ ക്യാപിറ്റൽ ഗെയിനിൻ്റെ മേലുള്ള ടാക്സ് ഇൻവെസ്റ്റർ പേ ചെയ്യണം. അതപേക്ഷിച്ച് നോക്കുമ്പോൾ ETF കൂടുതൽ ടാക്സ് അഡ്വാൻറ്റേജ് ഉള്ള ETF കാര്യത്തിലാണ് കൂടുതൽ ടാക്സ് അഡ്വാൻറ്റേജ് ഉള്ളത്. ഇൻഡെക്സ് ETFs ആർ പാസീവ്ലി മാനേജ്ഡ് പോർട്ട്ഫോളിയോസ് ആൻഡ് ദേ ഹാവ് മോർ ടാക്സ് ബെനിഫിറ്റ്സ്. And second feature, transparency. Investors in ETF always know what they are buying and can see exactly what constitutes ETF. ETF report their holdings on a daily basis, allowing investors to regularly see the investments that support each ETF share. അതായത് ETF അവരുടെ എല്ലാ ഹോൾഡിങ്സും ഡെയിലി ബേസിസിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഓരോ ഷെയറിനെ കുറിച്ചും റെഗുലർലി അറിയാനും കഴിയും. ഇത് മാത്രമല്ല, the fees are also clearly mentioned in ETF. Mutual funds only have to report their holdings twice a year, but in ETF they report daily basis, so ETF funds are more transparent. മാത്രമല്ല ETF ഫീസും ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യത്തിൽ അവരവരുടെ ഹോൾഡിങ്സ് വർഷത്തിൽ 2 പ്രാവശ്യം മാത്രം റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ETF ഡെയിലി ബേസിസിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ അപേക്ഷിച്ച് കൂടുതൽ സുതാര്യമാണ് ETF. And third point, flexibility. ETF offers investment flexibility, allowing investors to buy and sell shares throughout the day on an exchange. Investors can use ETF to implement advanced trading techniques such as purchasing on margin, short selling, and placing limit and stop orders. In addition, ETFs are never closed to investors. അതായത് ETF ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻവെസ്റ്റേഴ്സിന് ഷെയർസ് വാങ്ങാനും വിൽക്കാനും ഒക്കെ സുതാര്യമാണ്. ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സിന് ഷെയർസിൻ്റെ മേലെ ഫ്ലെക്സിബിലിറ്റി ഓഫർ ചെയ്യുന്നുണ്ട് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിൽ. ആൻഡ് നെക്സ്റ്റ് പോയിൻറ്റ്, ഗ്രേറ്റർ എക്സ്പോഷർ. ETF provide greater exposure to multiple underlying securities even in targeted market segments. ഈ പോയിന്റിൽ പറയുന്നത് നമ്മൾ ഒരു ഇൻഡിവിജ്വൽ കമ്പനിയിൽ നിന്ന് ഷെയർസ് വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിന്ന് വാങ്ങുന്നതാണ്. അതാകുമ്പോൾ ആ ഷെയർസായിട്ട് നമുക്ക് അടിസ്ഥാനപരമായൊരു സമ്പർക്കം പുലർത്താൻ കഴിയുന്നതാണ്. കൂടുതൽ സമ്പർക്കം പുലർത്താൻ കഴിയുന്നതാണ് ഗ്രേറ്റർ എക്സ്പോഷർ എന്നുള്ള ഈ ഫീച്ചർ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഫീച്ചർ, ട്രേഡ് അറ്റ് ഓർ നിയർ NAV, net asset value. ETF generally trade at or near the value of holdings that compose each fund, which means that market speculation generally won't influence the price of shares. Shares of the ETF may trade at a discount or premium to the net asset value of those underlying securities. ഇതിൽ പറയുന്നത് നമ്മൾ ഓൾറെഡി ETF കാര്യത്തിൽ ഓൾറെഡി ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പ്രൈസിൻ്റെ മേലാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. അതായത് മാർക്കറ്റ് സ്പെക്കുലേഷൻസ് ആയ ഡിമാൻഡ്, സപ്ലൈ എന്നിവയിൽ വരുന്ന മാറ്റങ്ങളൊന്നും ഷെയർസിൻ്റെ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ആൻഡ് നെക്സ്റ്റ് പോയിൻറ്റ്, ലോവർ ഓണർഷിപ്പ് കോസ്റ്റ്. ETF provide lower ownership cost because of their efficient structure. ETF have established expense caps to make the cost of ownership clear and straightforward for investors. ഓണേഴ്സിൻ്റെ എക്സ്പെൻസസ് കുറക്കാൻ വേണ്ടിയിട്ട് എക്സ്പെൻസ് ക്യാപ്സ് വെച്ചിട്ടുണ്ടാകും. അതായത് പ്രൈസ് സീലിങ്സ് പോലത്തെ സെക്യൂരിറ്റിക്ക് നൽകിക്കൊണ്ട് ഓണേഴ്സിൻ്റെ കോസ്റ്റ് കുറക്കാൻ, എക്സ്പെൻസസ് കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന
ഒരു കാര്യമാണ്. അത് ETF-ൻ്റെ മറ്റൊരു ഫീച്ചറാണ്. ആൻഡ് നെക്സ്റ്റ് ഫീച്ചർ ഡൈവേഴ്സിഫിക്കേഷൻ. ETF provide any easy way for an investor to own a diversified portfolio in a particular investment sector. അതായത് ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ടറിൽ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഓൺ ചെയ്യാൻ ഒരു ഇൻവെസ്റ്റർക്ക് ETF-ലൂടെ കഴിയുന്നു. അതായത് ഒരു സെക്ടറിൽ റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള ഫ്യൂ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് എടുക്കുന്നതിനേക്കാളും ബെറ്റർ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ എടുക്കുന്നതാണ്. അതായത് ETF വഴി ഡൈവേഴ്സിഫിക്കേഷന് സാധിക്കുന്നു. ETF-ൻ്റെ മറ്റൊരു ഫീച്ചറാണ് ഡൈവേഴ്സിഫിക്കേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ലിക്വിഡിറ്റി. ETF പ്രൈസ് ഈസ് വെരി ക്ലോസ് ടു ഇറ്റ്സ് നെറ്റ് അസറ്റ് വാല്യൂ because of the active participation in the ETF market by market makers and arbitrageurs who encourage an efficient marketing. അതായത് ETF പ്രൈസ് നെറ്റ് അസറ്റ് വാല്യൂ ആയിട്ട് ക്ലോസ്ഡ് ആണ്. കാരണം ETF മാർക്കറ്റിൽ ആർബിട്രേജേഴ്സും മാർക്കറ്റ് മേക്കേഴ്സൊക്കെ ETF മാർക്കറ്റിലുള്ള ആക്റ്റീവ് പാർട്ടിസിപ്പേഷന് കാരണം തന്നെ നെറ്റ് അസറ്റ് വാല്യൂ ETF പ്രൈസ് ആയിട്ട് വെരി ക്ലോസ്ഡ് ആണ്. Next point, easy trading. An ETF can be purchased and sold directly from any brokerage account at any time during the trading session. അതായത് ഒരു ട്രേഡിംഗ് സെഷനിൽ ഏത് സമയത്താണെങ്കിലും ബ്രോക്കറേജ് അക്കൗണ്ടിൽ നിന്ന് ETF ഷെയർസ് പർച്ചേസ് ചെയ്യാനും സെയിൽ ചെയ്യാനൊക്കെ സാധിക്കും. An investor who buys or sells an ETF immediately knows his exact transaction price, which simply assigns a net asset value price at the end of the day. അതായത് ETF-ന് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ട്രാൻസാക്ഷൻ പ്രൈസ് ഒരു ഇൻവെസ്റ്റർക്ക് ഇമ്മീഡിയറ്റ്ലി അറിയാൻ കഴിയും. ഈസി ട്രേഡിങ് ETF-ൻ്റെ മറ്റൊരു ഫീച്ചറാണ്. ആൻഡ് നെക്സ്റ്റ് ഫീച്ചർ ഫീ ആൻഡ് കമ്മീഷൻ. വൺ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ETF ഈസ് ദെയർ ലോ ആനുവൽ ഫീസ്. ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് മസ്റ്റ് പേ ബ്രോക്കറേജ് കമ്മീഷൻ ടു പർച്ചേസ് ആൻഡ് സെൽ ETF ഷെയർസ്. ഇറ്റ് ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ ETF. ETF-ൻ്റെ മറ്റൊരു ഫീച്ചറാണ് ഇതിൻ്റെ ലോ ആനുവൽ ഫീസ്. അതായത് ETF ഷെയർസ് സെല് ചെയ്യാനും പർച്ചേസ് ചെയ്യാനും ഒരു കമ്മീഷന് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് പേ ചെയ്യേണ്ടി വന്നിരുന്നു. ഇത് ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു. നൗ സ്മോൾ ഓർ ഫ്രീക്വൻറ്റ് പർച്ചേസസ് ഓഫ് ETFs ആർ ബിക്കം മോർ കോസ്റ്റ് എഫിഷ്യൻറ്റ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ലോ കോസ്റ്റ് ബ്രോക്കറേജ് ഫീസ്. അതായത് ഇപ്പോൾ ലോ കോസ്റ്റ് ബ്രോക്കറേജ് ഫീസിൻ്റെ ഇൻട്രൊഡക്ഷനോട് കൂടി സ്മോൾ ആയിട്ടുള്ള പർച്ചേസസ് ഒക്കെ മോർ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് മാറി. ആൻഡ് നെക്സ്റ്റ് വൺ ലാസ്റ്റ് വൺ ഓപ്ഷൻസ്. എ നമ്പർ ഓഫ് ETFs have options that can be traded. They can be used to create different investment strategies in conjunction with the underlying ETF. This allows ETF investors to make use of leverage in their portfolios. അതായത് ETF-ൽ ട്രേഡ് ചെയ്യാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ETF ആയിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇത് ഈ ETF ഇൻവെസ്റ്റേഴ്സിന് അവരുടെ പോർട്ട്ഫോളിയോസിലെ ഒരു വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ 11 പോയിൻറ്റ്സ് ആണുള്ളത്. ഓക്കെ, താങ്ക് യു.